ഈ നാട്ടുകാരുടെ സഹകരണം ഉണ്ടല്ലോ, യോജിപ്പ്, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവും. പെട്ടി ഓട്ടോറിക്ഷയിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം കൊണ്ടുകൊണ്ട് പോണ സമയത്ത് അതിൽ ചോർച്ച സംഭവിച്ചിട്ട് റോഡിൽ ലീക്കായത് അവരെ തന്നെ കൊണ്ടുവന്ന് കഴിയിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. എത്ര ഇതാണെന്ന് നോക്കി. കാരണം ഇതിനു മുമ്പും കോഴി വേസ്റ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് നാട്ടുകാർ ചെയ്യിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇതൊരു ശീലമായിട്ടുള്ളൊരു പരിപാടിയാണ്. സെപ്റ്റി ടാങ്ക് മാലിന്യം കൊണ്ടുപോകുന്നവർ വളരെ ശ്രദ്ധിക്കാനുണ്ട്. അവർ ആളൊഴിഞ്ഞ പറമ്പിലും ആൾക്കാർ ശ്രദ്ധിക്കാത്ത കാണകളിലും കനാലുകളിലും ഒക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് തള്ളിയിട്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ സംഭവിക്കണേന്നറിയില്ല. സെപ്റ്റി ടാങ്ക് മാലിന്യം ഏതായാലും വീട്ടുകാർ വെറുതെ കൊടുത്തു വിടണമല്ല. അവർ പൈസ പറഞ്ഞ് ഉറപ്പിച്ച് അവർക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എല്ലാം ചെയ്തിട്ടാണ് ഈ സാധനം അവിടെ നിന്ന് കയറ്റി വിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരതിൽ കൂടുതൽ പൈസ കൊടുക്കുക എന്നല്ലാതെ കൂടുതൽ പണിയെടുക്കുന്നില്ല. പക്ഷെ ഇവരാണ് പണിയെടുക്കുന്നതെങ്കിലും ഇവരത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വവും നല്ല രീതിയിൽ അത് സംസ്കരിക്കേണ്ടതും ഒക്കെ ഇവരുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടാണ്. പക്ഷേ എറണാകുളം പോലുള്ള ടൗണുകളിൽ ഇപ്പോഴും ഭയങ്കര വേഗതയിലാണ് ഇവർ ഈ വണ്ടിയും കൊണ്ട് പോകുന്നത്, സെപ്റ്റി ടാങ്ക് മാലിന്യം കൊണ്ടുപോകുന്നത്. അത് യഥാർത്ഥമായിട്ടുള്ള സംസ്കരണം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും ഒക്കെ കനാലുകളിലും തോടുകളിലും ഒക്കെ അടിച്ചവർ പോകും. അവരൊരു ദിവസം ചിലപ്പോൾ 1, 2, 3 ട്രിപ്പ് 5 ട്രിപ്പൊക്കെ എടുക്കുന്ന ആളുകളുണ്ടാകാം. ചിലപ്പോൾ കറക്റ്റായിട്ട് സംസ്കരിക്കുന്ന ആളുകൾ ചിലപ്പോൾ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. ഏതായാലും 3.5 കിലോമീറ്ററോളം റോഡ് കഴുകേണ്ടി വന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ മനസ്സിലാകുന്നത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്ന് സൂക്ഷിക്കാതെ വന്നതിൽ പറ്റിയ അപാകതയാണിത്. ഇതെല്ലാവർക്കും ഒരു പാഠമാണ് ശരിക്കും.